ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാൻ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഈ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 2 A4 ഷീറ്റ് മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളവിടെ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു കോണായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങളങ്ങനെ ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ കട്ട് ചെയ്യണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കുക. 2 പേപ്പർ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ കട്ടി. നമുക്കത് തുറക്കണം. അപ്പോൾ ഇങ്ങനെ എക്സ് പോലെ കിട്ടും. അതിന് നമ്മൾ വീണ്ടും പ്ലസ് ആക്കണം. നടുക്ക് ഒരു മടക്കണം. മടക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെയും കൂടി ഒരു മടക്കും കൂടി കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു. ഏകദേശം ഒരു എക്സ് ആൻഡ് പ്ലസ് എന്നുള്ള രീതിയിൽ ആക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. ഇത് 4 ആക്കിയിട്ട് കട്ട് ചെയ്യണം. നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾക്കൊരു 4 പീസ് കിട്ടും. അപ്പോൾ 2 പേപ്പറാകുമ്പോൾ 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയുള്ള മടക്കുകളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട വരും. അത്ര വലിയ ഇതൊന്നുമല്ല, എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അത് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ പേപ്പർ എടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ ആ പേപ്പർ എടുത്തിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു ഇതും കിട്ടി കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം കിട്ടി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇനി ഇരിക്കുന്ന ഈ പേപ്പേഴ്സില്ലേ, ഈ ചെറിയ പേപ്പേഴ്സ് അങ്ങനെ ആക്കി കൊടുത്തിട്ട് വേഗം വായോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒരെണ്ണം എടുക്കുക, ഒരെണ്ണം അതേപോലെ എടുക്കുക. പിന്നെ നമ്മൾ എടുക്കേണ്ടത് പശയാണ്. എന്നിട്ട് നമുക്ക് പശ ഈ ഭാഗത്ത് തേച്ച് കൊടുക്കണം കേട്ടോ. ഈ ഭാഗത്ത് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ വരുന്നില്ല. സോ ഇവിടെ തേച്ചിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് അടച്ചു വെക്കാം. ഓക്കെ, ഒരു കോണ് കിട്ടും. ഇതേപോലൊരു കോണ് കിട്ടും. ഈ കോണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്തി. ഇനി ഇവിടെ കുറച്ച് പോർഷൻ ഉണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാമെന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. വേറെ ഒന്നുമില്ല. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മടി ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ എത്ര ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, എക്സാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റേതായിട്ടുള്ള തിരക്കുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ ഇനി വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാതെ പോകരുത് ഗൈസ്. എന്നാൽ നിങ്ങളിങ്ങനെ കാണിക്കുന്നു, ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുക, നിങ്ങൾ ലൈക്ക് അടിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം എല്ലാം ആക്കിയിട്ട് വരാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തുണ്ട്. ഒട്ടിച്ചതിന് ശേഷം നമ്മളിവിടെ ഈ ഭാഗത്ത് പശ വെച്ചിട്ട് ഫുള്ളായിട്ടാക്കണം. ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒട്ടിക്കണ പരിപാടിയിലോട്ട് പോകട്ടോ ഗൈസ്. എന്നിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കണം കേട്ടോ. ഉള്ളിൽ കൊടുത്തതിന് ശേഷം ഒട്ടിക്കുക. ഏകദേശം സ്റ്റാറിൻ്റെ രീതിയിലൊക്കെ വരും. നമുക്കങ്ങനെ ഫുൾ ഒട്ടിച്ചെടുക്കണം. എനിക്ക് കുറച്ച് പാടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ഒട്ടിക്കുമ്പോഴേ. ഞാൻ ഒട്ടിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇങ്ങനെ 4 ഇതാക്കിയിട്ട് കിട്ടും കേട്ടോ. മൊത്തം നമുക്ക് 8 എണ്ണം ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഇങ്ങനെ തന്നെ ആക്കണം. അപ്പം ഞാൻ വേഗം ആക്കിയിട്ട് വരാം ഗൈസ്. സോറി ഗൈസ്, ഞാൻ എൻ്റെ ഐഡിയ ഒന്ന് ചേഞ്ച് ചെയ്തു. വേറെ ഒന്നുമല്ല, അങ്ങനെയല്ല ഇട്ടാക്കട്ടെ. ഇതിന് ഇനി ഇവിടുന്നാണ്. എനിക്ക് വലിയ എത്തുമ്പോഴത്തുണ്ടാകുന്നില്ല. ഞാൻ ഉണ്ടാക്കിയെങ്കിലും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്, സ്റ്റാർ ഉണ്ടാക്കിയിട്ട്. ഇനി നമുക്ക് ഇവിടെ പശ തയ്ച്ചിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇവിടെ പശ തയ്ച്ചിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇനിയുള്ള 3 എണ്ണം ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, എന്നാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഒട്ടാണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നൂല് വെക്കണം. നൂല് വെച്ചാലല്ലേ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുള്ളൂ. ഗൈസ്, ഇതിൻ്റെ ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം കേട്ടോ.
പക്ഷെ ഞാൻ കവർ ചെയ്യുന്നില്ല, ഞാൻ അതിൻ്റെയും അങ്ങനെ തന്നെയാണ് ചെയ്തുള്ളത്, കവർ ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇത് പക്ഷെ വേറെ ഡിസൈനാണ്. ഇതും അങ്ങനെയാണ്, എന്നാലും കുറച്ച് ഉദിച്ച് നിൽക്കുന്ന ഡിസൈനാണ് ഗൈസ് എൻ്റെ രീതിയിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നൂല് ഇവിടെ വെയിറ്റ് ചെയ്യണം. വെള്ള നൂല് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം ഗൈസ്. അങ്ങനെ നൂലൊക്കെ വെച്ചപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ എടുത്ത് തുടങ്ങുന്നു കേട്ടോ. ഒരു കുറച്ച് മീൻസ് കണ്ടില്ലേ, കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഫൈനലി നമ്മുടെ കലാവിരുത് കാരണം കുറച്ച് പ്രോബ്ലം ഉണ്ട്, എന്നാലും നമ്മൾ വേറെ റയറാക്കിട്ടോ പഞ്ഞൊക്കെ ഒട്ടിച്ചാകെ. നിങ്ങൾക്കിനി മെയിൻ ഈ സംഭവം കാണണ്ടേ. അപ്പോൾ ബൈ ഗൈസ്. അപ്പം ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ. ബൈ.